വെൽക്കം ടു പെപ്പ് ലേണിംഗ്. പ്ലസ് ടുവിന് ശേഷം പോണ്ടിച്ചേരിയിൽ പഠിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പ്ലസ് ടുവിന് ശേഷം എന്തെല്ലാം പഠിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടി പറ്റാം? പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തൊക്കെ പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലും ഏറ്റവും മികച്ച റാങ്കിങ്ങുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഓപ്ഷനാണ് CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ CUET അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷനുള്ള അപ്ലിക്കേഷൻ ഫോം തുടങ്ങിയിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് സ്പെസിഫിക്കലി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം വരെ അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് ആയിരുന്നു. അതായത് ഇന്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ PGയും ഉൾപ്പെട്ടുള്ള കോഴ്സുകളായിരുന്നു. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയതോടുകൂടി 4-year ഡിഗ്രി പ്രോഗ്രാം വന്നതോടുകൂടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾക്കൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ CUETയുടെ വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന കോഴ്സുകൾ കാണാം. ഈ കോഴ്സുകൾക്ക് CUET വഴി അപേക്ഷിക്കുന്ന സമയത്ത് ഏതൊക്കെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് BSc ഹോണേഴ്സ് 4-year പ്രോഗ്രാം ആണുള്ളത്. അപ്പം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമും ഇന്റഗ്രേറ്റഡ് MA പ്രോഗ്രാമുകളും ഈ വർഷം മുതലില്ല. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പകരം BSc ഹോണേഴ്സ് കെമിസ്ട്രി, അതിന് ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ്, അത് പുതുച്ചേരി മെയിൻ ക്യാമ്പസിലാണുള്ളത്. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് കരൈക്കൽ ക്യാമ്പസിലുള്ളതിനും ഫിസിക്സ് കെമിസ്ട്രി. അപ്പോൾ പോണ്ടിച്ചേരിക്ക് 2-3 ക്യാമ്പസുകൾ ഉണ്ട്. പോണ്ടിച്ചേരി മെയിൻ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ കരൈക്കൽ ക്യാമ്പസ് ഉണ്ട്, പോർട്ട് ബ്ലെയർ ക്യാമ്പസിലൊക്കെയാണ് ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പുതുച്ചേരി ക്യാമ്പസിലുണ്ട്. ഫിസിക്സും കെമിസ്ട്രി മാത്സും ആണ് എഴുതേണ്ടത്. BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സിലുണ്ട്, അവിടെ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതി കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഫിസിക്സിന് കൊടുക്കാം, കെമിസ്ട്രിക്സ് കൊടുക്കാം, മാത്തമാറ്റിക്സിന് കൊടുക്കാം, സ്റ്റാറ്റിസ്റ്റിക്സിന് കൊടുക്കാം, കമ്പ്യൂട്ടർ സയൻസിന് കൊടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ ഡിഗ്രി ആർട്സ് കോഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് BA ഓണേഴ്സ് ഹിസ്റ്ററി, അതിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, അതിനും ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് സോഷ്യോളജി, അതിനും ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് ഫിലോസഫി പുതുതായിട്ട് വന്നിട്ടുള്ള കോഴ്സാണ്, കഴിഞ്ഞ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ജനറൽ ടെസ്റ്റ് തന്നെയാണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് 4-year BA ഓണേഴ്സ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിന് മാസ് മീഡിയ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BBA ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ ആർട്സ് ഓണേഴ്സ് കോഴ്സാണ് പെയിന്റിംഗ്, BA തമിഴ്, അതുപോലെ തന്നെ BA ഓണേഴ്സ് എക്കണോമിക്സ്, അതുപോലെ തന്നെ BA ഓണേഴ്സ് ഇംഗ്ലീഷ്, അത് കരൈക്കൽ ക്യാമ്പസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BPA പെർഫോമിംഗ് ആർട്സ് 4-year BPA പെർഫോമിംഗ് ആർട്സ് ഹോണേഴ്സ് ഡ്രാമ ആൻഡ് തിയേറ്റർ ആർട്സ്, അതിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ 4-year BSc അപ്ലൈഡ് ജിയോളജി, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും, അതിലേക്ക് ഒരു കോഴ്സ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4-year BCom അക്കൗണ്ടൻസി ആണ് എഴുതേണ്ടത്. അപ്പം നേരത്തെ ഉണ്ടാവാത്ത ഒരു സ്വഭാവത്തിലാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അക്കൗണ്ടന്റ് BCom ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BBA 4-year BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ ബിസിനസ് ടൂറിസം സ്റ്റഡീസ് തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളുണ്ട്, അതിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. 4-year BSc ലൈഫ് സയൻസ് ഉണ്ട്, അതിന് ബയോളജി ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ 4-year BSc കമ്പ്യൂട്ടർ സയൻസ് കരൈക്കൽ ക്യാമ്പസിലുള്ളതിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് എഴുതേണ്ടത്. 4-year BA ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, ഫ്രഞ്ച് ആണ് അതിന് എഴുതേണ്ടത്. അതുപോലെ തന്നെ BTech കോഴ്സുകൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഇപ്പം JEE വഴിയൊക്കെ നിങ്ങൾ നോക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ BTech എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് അതിന് എഴുതേണ്ടത്. അതുപോലെ തന്നെ BTech എനർജി എഞ്ചിനീയറിംഗ് ഉണ്ട്, മാത്സും ഫിസിക്സും കെമിസ്ട്രിയുമാണ് എഴുതേണ്ടത്. BTech മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, മാത്സും ഫിസിക്സും കെമിസ്ട്രിയുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിനും PCM തന്നെയാണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് എഴുതേണ്ടത്. പിന്നെ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്ന 5-year ഇന്റഗ്രേറ്റഡ് MA സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ.
ഈ കോഴ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. MA സീൽ പ്രോഗ്രാം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് പാരീസും തമ്മിലുള്ള കൊളാബറേഷനിൽ ഒരു വർഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി പാരീസിൽ പോയി പഠിക്കാനുള്ള അവസരമാണ് MA സീൽ പ്രോഗ്രാം വഴി ലഭിക്കുന്നത്. MA സീൽ പ്രോഗ്രാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കോഴ്സാണ്. ഇതിൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ലോ തുടങ്ങിയിട്ടൊക്കെയുള്ള ഏരിയകളിൽ താല്പര്യമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ സിവിൽ സർവീസ് ഒക്കെ ലക്ഷ്യം വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഇത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. അങ്ങനെ MA സീൽ എന്നുള്ള 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചെയ്തിട്ട് 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ, BSc പ്രോഗ്രാംസ്, BVA പ്രോഗ്രാംസ്, BFA പ്രോഗ്രാംസ്, അതുപോലെ തന്നെ BPA പ്രോഗ്രാംസ്, അതുപോലെ തന്നെ BTech കോഴ്സുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ കോഴ്സുകൾ ആഡ് ചെയ്തതായിട്ട് കാണാം. പുതിയ ഡിപ്പാർട്ട്മെന്റുകളിലെ കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ പറയുന്ന ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.